അന്ന് ഞാൻ കഴിഞ്ഞ വർഷവും ബാലഗോകുലത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. അന്ന് ഞാൻ ഈ ബാലഗോകുലം ഹനുമാന്റെ ധർമ്മം നിർവഹിക്കണം എന്നൊരഭിപ്രായം മുന്നോട്ട് വച്ചിരുന്നു. അന്ന് പങ്കെടുത്ത പലർക്കും അത് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രജിത്തിൻ്റെ മായാസ്ത്രമേറ്റ് രാമസൈന്യം മുഴുവൻ യുദ്ധഭൂമിയിൽ വീണു, മൃതരായി വീണു. ഇപ്പം ചിരഞ്ജീവി ആയതുകൊണ്ട് ജാംബവാൻ ആ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രപ്രയോഗത്തിൽ മരിച്ചില്ല. ഇപ്പം ജാംബവാൻ യുദ്ധഭൂമിയിൽ ഇങ്ങനെ മരിച്ചു കിടന്ന രാമസേനയിലൂടെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചിരുന്നത് ഹനുമാനെയാണ്. അപ്പോൾ ഈ രാക്ഷസമായ ഏൽക്കാത്ത വിഭീഷണൻ ജാംബവാനോട് ചോദിക്കുകയാണ്, ഇത്രയും മരിച്ചു കിടക്കുന്നവരിൽ അങ്ങ് രാമനെ അന്വേഷിക്കുന്നില്ല, അങ്ങ് ലക്ഷ്മണനെ അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് ഹനുമാനെ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ജാംബവാന്റെ ഒരു ഉത്തരമുണ്ട്, ഹനുമാൻ ജീവിച്ചിരുന്നാൽ എല്ലാവരും ജീവിക്കും എന്നാണ്. ഹനുമാന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയും. ഞാൻ പിന്നെ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി ചർച്ച ചെയ്യപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യങ്ങളുമായിട്ടുള്ള ആശയങ്ങൾ, പഠിപ്പിക്കപ്പെടുന്ന വിചാരങ്ങൾ, ഇത് നമ്മുടെ തലമുറകളെ ബാല്യം മുതൽ തന്നെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നവയാണ്. ഇന്നലെ നമ്മുടെ ഒരു പ്രമുഖ ചാനലിൽ വന്ന ഒരു ചർച്ച ഈ ലിവിങ് ടുഗദറിനെ സംബന്ധിച്ചായിരുന്നു. ലിവിങ് ടുഗദറിൽ ഏർപ്പെടുന്നവരുടെ സംരക്ഷണത്തിന് നിയമം വേണം. ഇതിലാരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഈ ചാനൽ ചർച്ചകൾ ഞാനിങ്ങനെ കാഷ്വലായിട്ട് നോക്കി പോകത്തേയുള്ളൂ. ഒരു ചർച്ചയും ഞാൻ പൂർണ്ണമായിട്ട് കാണാറില്ല. എന്തൊക്കെ നടക്കുന്നു ചാനലിൽ എന്നറിയാൻ വേണ്ടി നോക്കുന്നതാണ്. ചിലതിലൊന്ന് സ്റ്റക്ക് ചെയ്ത് കുറച്ച് നേരം കേൾക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ലിവിങ് ടുഗദറിൽ പോകുന്നവർക്ക് സംരക്ഷിക്കപ്പെടാൻ നിയമം വേണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ നമ്മുടെ നാട്ടിലെ സമൂഹം ഏർപ്പെടുത്തിയിട്ടുള്ള ആചാരപരമായ വ്യവസ്ഥകൾ, രാജ്യം ഏർപ്പെടുത്തിയിട്ടുള്ള നിയമപരമായ വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകളിലൂടെ പോകാൻ താല്പര്യമില്ലാത്തവർ തങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, തങ്ങളുടെ അവകാശമാണ് എന്നെല്ലാം പറഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജീവിത മേഖലയാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് അതിൽ പെടുന്നവരും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ലിവിങ് ടുഗദറിൽ പെടുന്നവർ സാധാരണ ഭാര്യാഭർത്തൃ ജീവിതത്തെക്കാൾ കൂടുതൽ പീഡനം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ചർച്ചയിൽ കേട്ടത്. ഞാനത് ഏത് തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊരു സംസ്ഥാനത്ത് അങ്ങനെയൊരു ബാല്യം തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ നിർബന്ധിതരാകുന്ന, പ്രലോഭിതരാകുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ബാലഗോകുലം ആണ് നമ്മുടെ സമൂഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അത് കേവലം കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, എന്നുള്ള ഒരു പരിമിതമായ വൃത്തത്തിലല്ല അതിൻ്റെ പ്രസക്തി ഉള്ളത്. ആദ്യന്തം അതൊരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. ബാലഗോകുലത്തിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയുന്നത് സാംസ്കാരികമാണ്. അതല്ലാതെ ഒരു സ്വഭാവം സാധ്യമല്ല. ഈ സംസ്കാരം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുമെങ്കിലും അത് കൃത്യമായി എന്താണ് എന്നുള്ളതിനെപ്പറ്റി പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ
കാര്യകർത്താക്കന്മാർ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിലെ ഒരു വാചകം എങ്ങനെയാണ്? നമ്മുടെ പവിത്രമായ ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദു സമാജത്തെയും സംരക്ഷിച്ചിട്ട് എന്നാണ്. ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കുന്നു എന്നാണ് ഒരു വാചകം. അപ്പൊ അതിൽ 3 വാക്ക്: ഹിന്ദു ധർമ്മം, ഹിന്ദു സംസ്കാരം, ഹിന്ദു സമാജം എന്നുള്ളതാണ്. അപ്പൊ ധർമ്മം, സംസ്കാരം, സമാജം, ഇങ്ങനെ 3 വാക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 വാക്ക് അതിൽ കൊടുത്തതിൻ്റെ അർത്ഥം ഇത് 3ഉം വേറെ വേറെ ആണെന്നുള്ളതല്ല, എന്നാൽ ഒന്നല്ല താനും. ധർമ്മമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ ധർമ്മത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും, അങ്ങനെ ധർമ്മത്തെ ജീവിക്കാനുള്ള പ്രക്രിയയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ അടങ്ങുന്നതിനെയാണ് സമാജം, സമൂഹം എന്ന് പറയുന്നത്. ഇതെല്ലാം ധർമ്മവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ധർമ്മം, സംസ്കാരം, സമാജം എന്നുള്ളത്. അപ്പൊ ഹിന്ദു ധർമ്മം അത് നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന പ്രക്രിയ, അത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം, നമ്മുടെ വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹിന്ദു സമാജത്തിൻ്റെ ഭാഗമാകുന്നത്. ഇതാണ് ആ 3 പദങ്ങളുടെ ഒരു അർത്ഥം. അപ്പൊ ഈ സാംസ്കാരികമായി നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ അതിൻ്റെ അർത്ഥം, ഈ ധർമ്മം ഞാൻ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല, അത് നമ്മുടെ ഒരു ആധ്യാത്മിക പ്രഭാഷണം പോലെ പോകും. ഏതാണ്ട് ഈ ഗോകുലധർമ്മം പറയണമെന്ന് പറഞ്ഞാൽ അതങ്ങനെയായി തീരും. നമ്മൾ അത് വേണ്ടാന്ന് വെച്ചാലും ആധ്യാത്മികമാണല്ലോ നമ്മുടെ ധർമ്മത്തിൻ്റെ കാതൽ. പക്ഷെ ഒരു സാംസ്കാരികമായ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ വ്യക്തി, കുടുംബം, സമാജം, രാഷ്ട്രം, ഈ പ്രപഞ്ചം, ഇങ്ങനെ 4 ഘടകങ്ങളിലെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തി എന്നുള്ള നിലയിൽ. ഇത് 4ഉം പരസ്പരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് ഒന്നിൽ നിന്ന് ഒന്നിന് അന്യമാകാൻ സാധ്യമല്ല. അന്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ അത് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. വ്യക്തി, കുടുംബം, സമാജം, രാഷ്ട്രം എന്നുള്ളതാണ്. ഇതൊരു വളർച്ചയാണ്. ആ വളർച്ച എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയിൽ നിന്ന് സമാജത്തിലേക്കുള്ള വളർച്ച, ഞാൻ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്കുള്ള ഒരു വളർച്ചയാണ്. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു കുടുംബാംഗമായിരിക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെയാണ് എന്നതുപോലെയുള്ള ഒരു ഇഷ്ടം, ബന്ധം, സ്നേഹം നമുക്കുണ്ടാവുന്നു. ഇപ്പൊ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, ഇതെല്ലാം കുടുംബ ബന്ധങ്ങളാണ്. അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇതെല്ലാം കുടുംബ ബന്ധങ്ങളാണ്. ഇതിൽ ആർക്ക് വേദന അനുഭവിച്ചാലും അവരനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന മറ്റുള്ളവരനുഭവിക്കും. ഇപ്പൊ സഹോദരിക്കൊരു അപകടം പറ്റിയെന്ന് അറിഞ്ഞാൽ ആ സഹോദരി ചിലപ്പോൾ അതത്ര വലിയ കാര്യമായ അപകടമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കാൻ സഹോദരനോ അല്ലെ അവരുടെ അമ്മയ്ക്കോ അത്ര ഒരിത് കാണില്ല. അത് ഇച്ചിരി സീരിയസ് ആയിട്ടേ അവരെടുക്കുകയുള്ളൂ. ഇതുപോലെ അവർക്ക് നന്മ, അന്യന്റെ നന്മയിൽ ആരെങ്കിലും സന്തോഷിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ കുടുംബമാണ്. തൻ്റെ സഹോദരൻ ഒരു അവാർഡ് വാങ്ങി, ഒരു സമ്മാനം വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അല്ല പെങ്ങൾ, സഹോദരി ഒന്ന് ശിരസുയർത്തും. അങ്ങനെ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാനും മറ്റുള്ളവരുടെ വേദനയിൽ വേദനിക്കുവാനും നമ്മളെ പരിശീലിപ്പിക്കുന്ന ഇടമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഇതാണ് ഈ സാംസ്കാരികമായ വളർച്ചയുടെ ആദ്യത്തെ തലം. ആ തലത്തെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഈ കുടുംബ പ്രബോധൻ എന്ന് പറയുന്ന നമ്മുടെ ഗതിവിധിയുടെ ലക്ഷ്യവും. അവിടെ നിന്ന് പിന്നെ നമുക്ക് സമാജത്തിലേക്ക് ഈ ചിന്തയെ കൊണ്ടുപോകണം. ഈ സമ്പൂർണ്ണ സമാജത്തിലെ ഓരോ ആളും എൻ്റെയാണ്,
നമ്മൾ ഈ ഹരിനാമ കീർത്തനത്തിൽ പറയില്ലേ, ആനന്ദ ചിന്മയ ഹരേ ഗോപിക രമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ഈ ഞാൻ എന്ന എൻ്റെ അഹംഭാവത്തെ ഇവിടെ ഞാൻ ഉപേക്ഷിക്കണം. ഇനി അഥവാ തോന്നുന്നതാകിൽ അഖിലവും ഞാനാണെന്ന് തോന്നണം. അതാണ് ഈ ഹരിനാമ കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അഖിലവും ഞാനാണ്. ഇതാണ് വളർച്ചയുടെ, സാംസ്കാരികമായ വളർച്ചയുടെ അടുത്ത തലം എന്ന് പറയുന്നത്. ആ വളർച്ചയിലേക്ക് പോകാനുള്ള ആദ്യത്തെ പദമാണ് വ്യക്തിയിൽ നിന്ന് കുടുംബം എന്നുള്ളത്. ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് സമാജത്തിലേക്ക് നമ്മൾ കാലുവയ്ക്കുമ്പോൾ സമാജത്തിലെ ഓരോ ആളും എൻ്റെ ആളാണ്, ഞാൻ തന്നെയാണ്, ഓരോരുത്തരുടെയും സുഖവും ദുഃഖവും എൻ്റെയാണ് എന്ന് തോന്നുക എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തോളം വളരാൻ സാധിക്കണം. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് സമമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അപ്പോൾ ആ നിലയിൽ വളരണം. അതിനെയാണ് നമ്മൾ പരിസ്ഥിതി ബോധം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതാണ് സാംസ്കാരികമായ വളർച്ച. ഈ വളർച്ച നമ്മുടെ ഏറ്റവും കുഞ്ഞായി ജനിക്കുന്ന സമയത്ത് മുതൽ പടിപടിയായി നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടാവണം. ഇതുണ്ടാവാനുള്ള പല വ്യവസ്ഥകളും പാരമ്പര്യമായി ഋഷിമാർ നമ്മുടെ ഭാരതത്തിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഏറ്റവും അടിത്തറയായ പ്രവർത്തനം നടക്കേണ്ടത് ശൈശവത്തിലും ബാല്യത്തിലുമാണ്. കൗമാരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഈ സാംസ്കാരികമായ വളർച്ചയുടെ ഈടുപാടുകൾ അവൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അത് നിർവഹിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഒരു സംസ്കാരക്ഷമതയുള്ള ഒരു താരുണ്യത്തെ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ബാലഗോകുലത്തിൽ നിർവഹിക്കാനുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ മാതൃത്വം, അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീയാണ്. വേറെ എല്ലാത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ ദുർബലയായിരിക്കും, അബലയായിരിക്കും. പക്ഷെ സ്വന്തം കുഞ്ഞിൻ്റെ മുന്നിൽ, സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നിടത്ത് വ്യത്യസ്തയായിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അതായത് ഈ ശ്രീരാമൻ അവതാരം ചെയ്തു, കൗസല്യ പ്രസവിച്ചു. പക്ഷെ കൗസല്യ കാണുന്നത് കുഞ്ഞിനെ അല്ല. കൗസല്യ കാണുന്നത് ചതുർബാഹുവായ ശ്രീവത്സാങ്കിത വക്ഷസോടുകൂടിയ അനന്തശായിയായ ശ്രീപത്മനാഭനെയാണ്. പ്രസവിച്ചിട്ട കുഞ്ഞിനെ നോക്കിയപ്പോൾ കൗസല്യ കണ്ടത്. കൗസല്യ അമ്പരന്ന് പോയി. എന്ത് പറയണം, എന്ത് ചിന്തിക്കണം എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ, പ്രത്യേക അനുഭൂതിയുടെ ഒരു അവസ്ഥയിൽ കൗസല്യ എത്തിപ്പെട്ടുപോയി. അപ്പോ ഈ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ രൂപത്തെപ്പറ്റി കൗസല്യയുടെ ചിന്തകൾ പോകുന്നത്, കൗസല്യയുടെ സ്തുതിയുണ്ട് നമ്മുടെ രാമായണത്തിൽ. അതിൽ പറയുന്ന നാരദനടക്കമുള്ള ഋഷിമാർക്ക്, സപ്തർഷികൾക്ക്, അനേകായിരം യോഗികൾക്ക്, അവർക്കെല്ലാം സഹസ്രവർഷങ്ങൾ തപസ് ചെയ്താൽ പോലും കാണാൻ ദുസ്സാധ്യമായിട്ടുള്ള ഈ രൂപം, ആ രൂപമാണ് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഏത് രൂപത്തിലാണോ അടങ്ങിയിരിക്കുന്നത്, അങ്ങനെ അടങ്ങിയ ആ രൂപത്തെയാണ് ഞാൻ കാണുന്നത് എന്നെല്ലാം കൗസല്യ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം കൗസല്യ പറഞ്ഞ എന്താണ്? ഇതൊക്കെ ശരിയാണ്, ഇത് കേവലം അലൗകികമായ വിഷ്ണു രൂപമാണ്, ഈ രൂപം അലൗകികമാണ്, വൈഷ്ണവമായ രൂപമാണ്. പക്ഷെ എനിക്കിത് വേണ്ട. ഇതാണ് കൗസല്യയുടെ, എനിക്കിത് ആവശ്യമില്ല. ഈ മഹാവിഷ്ണു ഈ ദർശനം കൊണ്ട് തന്നെ സാക്ഷാത്കാരം ലഭിക്കും. ഈ ക്ഷണമാത്ര ദർശനം കൊണ്ട് ഈ ദുഃഖസംസാരാർണവത്തെ പരിപൂർണമായി കടക്കാം. അത് ഈ മഹാവിഷ്ണു കൗസല്യക്ക് ഓഫർ ചെയ്യുകയാണ്.
പക്ഷെ കൗസല്യ പറയുന്നത് എനിക്കിത് ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല. പക്ഷെ എനിക്ക് വേണ്ടതെന്താണ്? അതെ, അവർ പറയുന്നത് ലാളനാശ്ലേഷാദ്യമായൊരിപ്പോരു ബാലഭാവത്തെ എന്നാണ്. എനിക്ക് ലാളിക്കാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നാൽ മതി. എനിക്ക് ലാളിക്കണം, എനിക്ക് സ്നേഹിക്കണം, എനിക്ക് പരിപാലിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നാൽ മതി എന്നാണ് പറയുന്നത്. എനിക്ക് അതാണ് വേണ്ടത്. പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ ഞാൻ ഈ ദുഃഖ സംസാരാർണവമൊക്കെ കടന്നോളാം. എനിക്കതിന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. എനിക്കതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. അത് പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ. ഇത് സാക്ഷാൽ ജഗദീശ്വരന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരമ്മയ്ക്ക് കരുത്തുണ്ടെങ്കിൽ അത് ഭാരതീയ മാതൃത്വത്തിന്റെ കരുത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശിശു സാക്ഷാൽ ജഗദീശ്വരനായിട്ടാണ് അമ്മയുടെ മുന്നിൽ, ഓരോ അമ്മയുടെ മുന്നിലും അവരുടെ കുഞ്ഞ് ആണാകട്ടെ പെണ്ണാകട്ടെ സാക്ഷാൽ ജഗദീശ്വരനായിട്ടാണ് അവതരിക്കുന്നത്. ആ കുഞ്ഞിനെ പരിചരിക്കുന്നത് സാക്ഷാൽ ജഗദീശ്വരനെ പരിചരിക്കുന്നത് പോലെയാണ്. അപ്പൊ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് വ്യക്തികളെ അങ്ങനെ കാണുന്നതും അങ്ങനെ പരിചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. അത്തരം കുഞ്ഞുങ്ങളെയാണ് ബാലഗോകുലം പരിചരിക്കുന്നത്, ബാലഗോകുലം പരിപാലിക്കുന്നത് എന്നുള്ള ചിന്ത ബാലഗോകുലത്തിൻ്റെ കാര്യകർത്താക്കന്മാർക്ക് വേണം. അത് അത്രത്തോളം ഗൗരവമുള്ള ഉത്തരവാദിത്വമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ അമ്മ ദേവകി ശ്രീകൃഷ്ണനെ കാണുന്നത് തൻ്റെ കൗമാരപ്രായത്തിലാണ്. ബാല്യം കടന്ന് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച ശ്രീകൃഷ്ണനെയാണ്. ആ സമയത്ത് ഈ ശ്രീകൃഷ്ണൻ ദേവകിക്ക് ആരായിരുന്നു എന്നുള്ളത് പരാമർശിക്കുന്ന മനോഹരമായ ഒരു പ്രയോഗം ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിലുണ്ട്. വസുദേവ സുതം ദേവം ഭഗവത്ഗീത അറിയാം എല്ലാവർക്കും. കംസചാണൂരമർദ്ദനം. കംസചാണൂരമർദ്ദനം എന്നുള്ള പ്രയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ കംസനും ചാണൂരനും എന്നൊക്കെ പറഞ്ഞാൽ 14 ലോകവും ആ പേര് കേട്ടാൽ കിടുകിട വിറയ്ക്കും. അത്രയും ഭയാനകന്മാരായിട്ടുള്ള ദുഷ്ടശക്തികളായിരുന്നു. അങ്ങനെയുള്ള കംസചാണൂരന്മാർ ആരുടെ പേര് കേട്ടാലാണ് ഭയപ്പെടുന്നത്? അങ്ങനെയുള്ള കംസചാണൂരന്മാരെക്ക് ആരാണ് മർദ്ദകനായിട്ടുള്ളത്? ആ മർദ്ദകനാണ് ആ സമയത്ത് ശ്രീകൃഷ്ണൻ. പക്ഷെ ആ ശ്രീകൃഷ്ണൻ ദേവകിക്ക് എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത വരി. ദേവകി പരമാനന്ദം എന്നുള്ളതാണ്. നിങ്ങൾ ആ വരിയുടെ ആഴമൊന്ന് ആലോചിച്ച് നോക്കിയേ. അസാമാന്യമായ ആഴമുള്ള ഒരു വാക്കാണത്. ദേവകിക്ക് പരമാനന്ദമായിട്ടുള്ള ആളാണ്. ബാലഗോകുലത്തിന്റെ കാര്യകർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ്, ആരാണ്, എങ്ങനെയാണ്? അപ്പോ ബാലഗോകുലത്തിന്റെ കാര്യകർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് തെളിഞ്ഞു വരും. അപ്പൊ അത്തരമൊരു സമൂഹത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, അത്തരമൊരു സമൂഹത്തെ പരിപാലിക്കുക എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കൗസല്യ പറഞ്ഞതുപോലെ പരിചരിക്കുക എന്നുള്ള വാക്കാണ്. അത് ഗോകുലപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ദുഃഖസംസാരാർണവത്തെ കടക്കാനുള്ള മാർഗമാണ്, അവന്റെ സാധനയാണ്, ഗോകുലപ്രവർത്തകന്റെ സാധനയാണത്. അപ്പൊ ബാലഗോകുലം നമുക്ക് അതിനുവേണ്ടി ചില ഔപചാരികമായ കാര്യക്രമങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പൊ ഋഷിമുനിമാർ ഒട്ടനേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരമ്പരാഗതമായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ നമ്മുടെ ഉന്നതമായ ഈ ധർമ്മത്തിന്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി മാറണം. അച്ഛനെ അമ്മയും ആദരിക്കണം, ഗുരുനാഥന്റെ മുന്നിൽ വണങ്ങണം, ഗുരുനാഥനെ ആദരിക്കണം, ചുറ്റുപാടുമുള്ളവരെ സ്നേഹത്തോടെ കരുതണം, പക്ഷിമൃഗാദികളോടെ ദീനാനുകമ്പയോടെ പെരുമാറണം, ആരെയും ഉപദ്രവിക്കരുത്, അസത്യവാക്കരുത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ധർമ്മത്തെ ജീവിത വ്യവഹാരമാക്കി തീർക്കാനുള്ള പ്രക്രിയ
നമ്മുടെ വ്യവഹാരത്തിൻ്റെ ഭാഗമായി കടന്നു വരേണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം ഓരോന്നോരോന്ന് പറഞ്ഞു തന്നല്ല വരുന്നത്. പക്ഷേ ഒരുപാട് ആചാരങ്ങൾ, നമ്മൾ വീടിനുള്ളിൽ ഒന്നിച്ചിരിക്കുന്നു, നാമം ചൊല്ലുന്നു, വിളക്ക് കൊളുത്തുന്നു, വിളക്കിൻ്റെ പ്രകാശം നമ്മളെ ആകർഷിക്കുന്നു, ഇങ്ങനെ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലതൊക്കെ ഓരോ കാലം കഴിയുമ്പോൾ കാലഹരണപ്പെട്ടത് അത് പുനരാവിഷ്കരിച്ച് പരിഷ്കരിച്ച് വീണ്ടും നമ്മൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ ഇത്തരം നമ്മുടെ ഔപചാരികമായിട്ടുള്ള പാഠ്യക്രമങ്ങളുടെയും പാഠ്യപദ്ധതികളുടെയും പ്രശിക്ഷണങ്ങളുടെയും എല്ലാം അതിൻ്റെയൊക്കെ പങ്കതാണ്. പക്ഷേ അത് സഫലമാകണമെങ്കിൽ അതിനപ്പുറം നമ്മൾ ഓരോ ബാലഗോകുലം പ്രവർത്തകനും നമ്മുടെ റോൾ എന്താണ്, ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത്, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ആരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അത് നിൽക്കാനുള്ള ഒരു അർഹത അവനവൻ സ്വയം ആർജിക്കുകയല്ലാതെ മാർഗമില്ല. അവനവൻ സ്വയം ആർജിക്കണം. നമ്മൾ കുട്ടികളെ സാംസ്കാരികമായി വളർത്താം എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആർക്കും ആരെയും സാംസ്കാരികമായി വളർത്താൻ പറ്റില്ല. അതാണ് ഈ ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അത് പറ്റണമെങ്കിൽ ആ നിലയിൽ സാംസ്കാരികമായി ഉയർന്ന ആളുകളായിരിക്കണം നമ്മൾ. ഇപ്പോൾ നൈതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട് ഭാരതീയ വിദ്യാനികേതനുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ കാലത്ത് നൈതിക വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് ഉണ്ടാക്കണം. ഈ നൈതിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഒന്നിച്ചുകൂടി. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ജീവിത മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്നാണ് അതിൻ്റെ വിവക്ഷ. ഇതിനെങ്ങനെയാണ് ഒരു കൃത്യമായ സിലബസ് ഉണ്ടാക്കുക? അതൊരു വലിയ ബുദ്ധിമുട്ടേറിയ സംഭവമാണ്. ഒരു സിലബസിലൂടെ, കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു സിലബസിലൂടെ, കൃത്യമായി നമ്മുടെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആ ഒരു പീരീഡിലൂടെ ഇത് കൈമാറാവുന്ന ഒന്നല്ല. ഇത് കൈമാറണമെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ കുട്ടികളാവട്ടെ അവരെ കാണാനൊരു മുക്കണ്ണ് വേണം. മുക്കണ്ണെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ തൃക്കണ്ണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം. അത് എല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്നത് അത് തുറന്നാൽ കരിഞ്ഞു പോകും. ശിവൻ ക്രോധാവിഷ്ടനാകുമ്പോഴാണത്രേ ഈ തൃക്കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ആ തൃക്കണ്ണിൻ്റെ മുന്നിൽ പെട്ടുപോയാൽ ചാമ്പലായി പോകും എന്നുള്ളതാണ് നമ്മുടെ പാഠം. അത് ഒരു പകുതി ശരിയാണ്. ആ മുക്കണ്ണ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ എഴുതിയിട്ടുള്ള ഒരു കണ്ണാണ്. 3 കണ്ണ് പറയുന്നുണ്ട് അദ്ദേഹം. ആദ്യത്തെ കണ്ണ് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണാണ്. എന്നുവെച്ചാൽ നമ്മുടെ ലൗകികമായ കണ്ണാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയെ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്ന കണ്ണാണ്. ആ കണ്ണിനൊരു കണ്ണുണ്ട്, അത് മനമാകുന്ന കണ്ണ്. എന്നാൽ നമ്മുടെ മനസ്സിവിടെ അല്ലെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളിങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സ് എന്നിലല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. നിങ്ങൾ വേറെ എവിടെ എന്തിനെങ്കിലും ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ആ ശരിയായ ഈ ലൗകികമായ കണ്ണിൻ്റെ കണ്ണ് മനസ്സാണ്. പക്ഷെ ആ കണ്ണിനും ഒരു കണ്ണുണ്ട്. ആ കണ്ണാണ് പൊരുൾ. ആ പൊരുളാണ് താനെന്നറിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ആനന്ദം. ഇതൊക്കെ എഴുത്തച്ഛൻ്റെ വരികളാണ് കേട്ടോ, നമ്മുടെ ഭാരതീയ ദർശനങ്ങളാണ്. ആ പൊരുളാകുന്ന കണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ കണ്ണാണ് മുക്കണ്ണ്. ആ പൊരുളാകുന്ന കണ്ണ് പ്രയോഗിക്കാൻ കഴിയുന്നവനാണ് മുക്കണ്ണൻ, സാക്ഷാൽ ശ്രീപരമേശ്വരൻ. ആ കണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാണാൻ പാടില്ലാത്ത ഒന്നും കാണില്ല. അതാണ് കാണാൻ പാടില്ലാത്തത്. എന്തെങ്കിലും ആ കണ്ണിൻ്റെ മുന്നിൽ വന്നാൽ അത് ദഹിച്ച് ചാമ്പലാകും. എന്താണോ കാണേണ്ടത് അത് മാത്രം കാണും. എന്താണോ കാണേണ്ടത് അത് മാത്രം കാണും. കാണാൻ പാടില്ലാത്തത് ദഹിച്ച് ചാമ്പലായി പോകും. എന്ന് വെച്ചാൽ സംശുദ്ധമായ കാര്യം നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. ഏതെല്ലാം തരത്തിലുള്ള അശുദ്ധികൾ
അത് മുന്നിൽ വന്നാലും അത് ഇല്ലാതാകും. അതാണ് ഈ മുക്കണ്ണിൻ്റെ പ്രത്യേകത. അതാണ് സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ തൃക്കണ്ണിൻ്റെ പ്രയോഗത്തിൻ്റെ സാധുത. അത് മുന്നിൽ ചെല്ലുന്ന എല്ലാ ദുഷ്ടകാര്യങ്ങളും നശിച്ചു പോകുന്നത് കണ്ടിട്ട് ശിവൻ കണ്ണു തുറന്നാൽ തീർന്നു പോകുമെന്ന് വിചാരിക്കുന്ന വലിയൊരു ഭാഗമുണ്ട്. ശിവന്റെ മുക്കണ്ണിന് മുന്നിൽ നിൽക്കാനും ഒരു യോഗ്യത വേണം, ഇല്ലെങ്കിൽ അത് സംഭവിച്ചു പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സംസ്കാരം പകർന്നു കൊടുക്കണമെങ്കിൽ, സാംസ്കാരികമായ വളർച്ച നമ്മുടെ ബാല്യങ്ങൾക്കുണ്ടാകണമെങ്കിൽ ബാലഗോകുലത്തിൻ്റെ കാര്യകർത്താക്കന്മാർ ഈ മുക്കണ്ണ് സമ്പാദിക്കണം. അതാണ്. അതിന് അവർക്ക് അവരുടേതായ ഒരു സാധന ഉണ്ടാവണം, അവർക്ക് അവരുടേതായ ഒരു ഉപാസന ഉണ്ടാവണം. ബാലഗോകുലത്തെ ഉപാസിക്കണം, ബാലഗോകുലത്തിലെ കുട്ടികളെ ഉപാസിക്കണം. ആ ഉപാസനയുടെ ദൃഷ്ടിയോടുകൂടി, ആ സാധനയുടെ ദൃഷ്ടിയോടുകൂടി നമ്മൾ ബാലഗോകുലത്തിൻ്റെ കുട്ടികളെ നോക്കിയാൽ അവരെന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അവരെന്തല്ല എന്നുള്ളത് ആണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലല്ല നമ്മൾ അറിയുക, എന്തല്ല എന്നുള്ളത് നീങ്ങി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒരു ശിലയിൽ ശില്പി ശില്പം കാണുന്നത് പോലെ, ഒരു തടിയിൽ ശില്പി തൻ്റെ മനസ്സിലുള്ള ശില്പത്തെ കാണുന്നത് പോലെ ഓരോ വ്യക്തിയിലെയും നൈർമല്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അത് കാണുമ്പോഴല്ലാതെ, അത് കാണാൻ കഴിയാത്തവർക്കല്ലാതെ ഈ സാംസ്കാരിക വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ വസ്തുത. ഇത് ഇവിടെ ഒരു മൈക്കിൻ്റെ മുന്നിൽ നിന്നു വായിച്ചറിവിൻ്റെ ബലത്തിൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്, എനിക്കടക്കം. പക്ഷെ അത് നിർവഹിക്കുക എന്നുള്ളത് കഠിനമായ ഒരു തപസ്സിൻ്റെ ഭാഗമാണ്. ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ പറയപ്പെടുന്ന ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരെ രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരിക്കൽ ഒരു തോണിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തോണിയിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ കുറച്ച് തടിമാടന്മാരുമാണെന്ന് വിചാരിച്ചോളൂ. അവർ തോണിയിൽ കയറിയ പാടെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറ്റി വളരെ മോശമായിട്ടുള്ള അപവാദങ്ങൾ പറയാൻ തുടങ്ങി. അയാൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, സ്വാമിയുടെ വേഷം കെട്ടി നടക്കുന്നു, കാവ്യ വേഷം. ഇപ്പം നമ്മുടെ അമ്മയെ പറ്റിയൊക്കെ പലരും പറയാറില്ല, അതുപോലെ എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോൾ ഈ ശിഷ്യൻ വളരെ ശാന്തനായി, വളരെ നിസ്സംഗനായി, യാതൊരു പ്രകോപിതനുമാകാതെ ഇത് മുഴുവൻ കേട്ടുകൊണ്ട് നിശബ്ദനായി ആ വള്ളത്തിലിരുന്നു. അയാൾക്കിതെല്ലാം കേട്ട് ദുഃഖം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് തോണി കടവിലെടുത്തു. ശിഷ്യൻ നേരെ ആശ്രമത്തിൽ പോയി ശ്രീരാമകൃഷ്ണന്റെ മുന്നിലെത്തി. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഭയങ്കര ദുഃഖമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുറച്ച് ശിഷ്യന്മാർ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട്, നീയൊക്കെ ഒരു പുരുഷനാണോ? നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഇത്ര ഭീരുവായി പോയല്ലോ, നീയൊക്കെ എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എനിക്ക് തന്നെ അപമാനം തോന്നുന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമായിട്ടും കുഴപ്പം. അപ്പോൾ ഇയാൾക്ക് ഇരട്ടി സങ്കടമായി. അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം ഇത് കേട്ടും കൊണ്ട് കുറച്ച് ശിഷ്യന്മാർ നിന്നില്ലേ, അതിലൊരു ശിഷ്യൻ ഈ തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് ഇതേ അനുഭവം ഉണ്ടായി. ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറ്റി വളരെ മോശമായിട്ട് പറയുകയാണ്. അവന് ഇത് ഓർമ്മയുണ്ട്, ഗുരു മറ്റേയാൾ ഇത് നിസ്സംഗനായി കേട്ട് വന്നിട്ട് ചീത്ത കേട്ട ഓർമ്മയുണ്ട്. അതുകൊണ്ട് അവനെന്ത് വെച്ച് കഴിഞ്ഞാൽ, അവൻ ദേഷ്യൻ വന്നിട്ട് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറ്റി അധിക്ഷേപം പറയുന്നവരെ പറക്കിയെടുത്തിട്ട് പുഴയിൽ എറിഞ്ഞളഞ്ഞു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ശ്രീരാമകൃഷ്ണനോട് പറയാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് സ്വാമിജിയെ പറ്റി അവന്മാർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ഞാൻ ദേഷ്യം വന്നിട്ട് അവരെ എടുത്തിട്ട് പുഴയിൽ എറിഞ്ഞെന്ന്. പെട്ടെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഭയങ്കരമായ ക്രോധത്തോടെ, നിനക്കൊരു ചിന്ത വേണ്ടേ, നിനക്കൊരു വിവേകം വേണ്ടേ, നിനക്കൊരടക്കം വേണ്ടേ, ഇങ്ങനെയാണോ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവർ? ഇതൊക്കെ കേട്ടാൽ വികാരം കൊള്ളാം. പെട്ടെന്ന് ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. മറ്റേയാൾ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞത് എന്താണ്, ഞാൻ വന്ന് ഇത് ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ചോദിച്ചു, ഇത് അല്ല, അന്ന് മറ്റേ ശിഷ്യൻ ഇങ്ങനെ വന്നപ്പോൾ സ്വാമി ഇങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു,
അവന് കുറച്ച് ധൈര്യം കുറവാണ്, അവന് കുറച്ച് പൗരുഷം കുറവാണ്. അവന് കുറച്ച് പൗരുഷം ഉണ്ടാവണം. അതിനുവേണ്ടി പറഞ്ഞ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, അത് ഇച്ചിരി അടങ്ങണം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടു പേർക്കും എന്താണ് വേണ്ടത് എന്നറിയാവുന്ന ആളാണ് അദ്ദേഹം. അതാണ്. അപ്പം നമ്മളൊരു ക്ലാസ് മുറിയിൽ 10-25 പേരെ ഇരുത്തിയിട്ട് സംസ്കാരം പകർന്നു കൊടുക്കാൻ പറ്റൂ? ക്ലാസ് മുറിയിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം, അറിവ് കൊടുക്കണം. നമ്മൾ പലതും ഭൂമി ഉരുണ്ടിരിക്കുകയാണ്, അത് നമ്മൾ ക്ലാസ് മുറിയിൽ പറഞ്ഞു കൊടുക്കണം. സൂര്യൻ സ്ഥിരമായി നിൽക്കുന്നു, ഭൂമി അടക്കമുള്ള ഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്നു, അത് ക്ലാസ് മുറി പറഞ്ഞു കൊടുക്കാം. പക്ഷെ മര്യാദയ്ക്ക് ജീവിക്കണം, ധർമ്മിഷ്ഠനായി ജീവിക്കണം, സംസ്കാര സമ്പന്നനായി ജീവിക്കണം, ധീരതയോടെ ജീവിക്കണം, ദേശാഭിമാനിയായി ജീവിക്കണം. അത് കേവലം ക്ലാസ് മുറിയിൽ മാത്രമല്ല. ക്ലാസ് മുറിയിൽ ചില ഉദാഹരണങ്ങളൊക്കെ പറയാം. ഇപ്പം ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന കാലമല്ലേ, നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞവരെ പ്രേരിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ പാഠ്യക്രമത്തിന് ആ നിലവിലുള്ള ഒരു ഉപയോഗമുണ്ട്. പക്ഷെ അതിനപ്പുറം നമുക്ക് ഗോകുലത്തിലെ അംഗങ്ങളെ ഈ അവരുടെ ധാർമ്മിക ജീവിതത്തിൽ ഉറച്ച് ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ വളർത്താൻ സാധിക്കുമോ? അങ്ങനെ വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഗോകുലധർമ്മം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, രാമരാവണ യുദ്ധം നടക്കുകയാണ്. ഇനിയിപ്പോൾ രാമായണ മാസം വരാൻ പോവുകയാണല്ലോ. ഈ ഇന്ന് നാളെ മറ്റന്നാളാവൂലേ? രാമായണ മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ കുറച്ച് രാമജയന്തി ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഈ രാമരാവണ യുദ്ധം എന്ന് പറയുന്നത് യുക്തിയുടെ, ലോജിക്കിൻ്റെ ഏതെങ്കിലും തലത്തിൽ വെച്ച് നമ്മൾ ചിന്തിച്ചാൽ രാമൻ ജയിക്കാൻ പാടില്ല, രാമൻ തോൽക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു അന്ന് രാവണൻ. ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞാൽ ലോകസമ്പത്തിൻ്റെ സിംഹഭാഗവും രാവണൻ അധീനമായിരുന്നു. ഏറ്റവും വലിയ രാജ്യം, ചക്രവർത്തി, ലോകത്തെ എല്ലാ രാജാക്കന്മാരും രാവണന്റെ സാമന്തന്മാർ. രാവണൻ വിരൽ ഞൊടിക്കുന്നിടത്ത് വന്ന് വിനീത വിധേയരായി നിൽക്കുന്നവരായിരുന്നു ലോകത്തെ മഹാശക്തന്മാരെല്ലാം. രാവണന്റെ സൈന്യം ലോകത്തിലെ ഏറ്റവും സുസജ്ജവും സുശിക്ഷിതവുമായ സൈന്യമായിരുന്നു. ഇന്ദ്രജിത്തിനെ പോലെയുള്ള അങ്ങനെ ഒട്ടനേകം സേനാനായകന്മാർ രാവണനുണ്ടായിരുന്നു. ആ സൈന്യത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും വിനാശകാരികളുമായ ആയുധങ്ങളുടെ വമ്പൻ ശേഖരം. അങ്ങനെയൊക്കെയുള്ള ഈ രാവണന്റെ സൈന്യത്തോട് നേരിടുന്ന രാമന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഒരച്ചടക്കവും ഇല്ലാത്ത ഒരു വാനരപ്പട. ഒരച്ചടക്കമില്ല, ഇങ്ങോട്ടൊരു അമർന്ന് അങ്ങോട്ടും, അങ്ങനത്തെ ഉള്ള സൈന്യം. അത് മാത്രമോ, അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്താണ്? കണ്ണി കണ്ട കല്ലും മരവും കുന്നുകളും ഒക്കെയാണ്. കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് എടുത്തെറിയുന്ന, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കല്ല് പറക്കി എറിയുന്ന പോലെയല്ലേ ഉള്ളൂ. അത്തരം ഒരു കുന്നൊക്കെ പോയി രാവണന്റെ ദേഹത്ത് വീണാൽ അങ്ങേർക്ക് ഒരു കല്ല് കൊള്ളുന്ന പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ കയ്യിൽ കിട്ടിയ കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ ആയുധങ്ങളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള യുദ്ധ പരിശീലനങ്ങളുമില്ലാത്ത, യാതൊരു തരത്തിലുള്ള അനുശാസനവുമില്ലാത്ത ഒരു സൈന്യം. ആ സൈന്യത്തിൻ്റെ അനുശാസനം എന്ന് പറയുന്നത് രാമൻ എന്ന ആദർശമായിരുന്നു. രാമൻ എന്ന ആദർശത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരുന്നു. രാമൻ എന്ന ആദർശത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അവർ സമർപ്പിതരായിരുന്നു. അതാണ് രാവണ സൈന്യവും രാമസൈന്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം. പക്ഷേ പുറമേ നോക്കുന്ന ആരെങ്കിലും വിചാരിക്കുമോ രാമൻ ജയിക്കുമെന്ന്? ദേവന്മാർക്ക് പോലും ആശങ്കയുണ്ടായിരുന്നു രാമൻ തോറ്റുപോകും എന്ന്. പല സന്ദർഭങ്ങളിലും യുദ്ധത്തിൽ രാമസൈന്യം തോൽവിയുടെ പടിവരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാമൻ ജയിച്ചത് എന്തുകൊണ്ട്? രാമന്റെ സൈന്യം ജയിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് രാമായണത്തിലെ ആരണ്യകാണ്ഡ ഒരു ഉത്തരമാണ്. ആരണ്യകാണ്ഡത്തിൽ രാമൻ രാജ്യം രാജ്യം നഷ്ടപ്പെട്ടു എന്നല്ല, രാജ്യം ഉപേക്ഷിച്ച്. രാമന് രാജ്യമില്ല, സൈന്യമില്ല, മന്ത്രിമാരില്ല, പരിവാരങ്ങളില്ല. അങ്ങനെ രാജ്യം ഉപേക്ഷിച്ച രാമൻ കാട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ
അത് ഭാരതത്തിൻ്റെ ഒരു കരുത്താണ്, ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭാരതം ആരുടെ രാഷ്ട്രമാണ്, ആരുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ആരണ്യകാണ്ഡം. അതില് രാമൻ പ്രവേശിച്ച വനാന്തരങ്ങളിൽ എണ്ണമറ്റ ഋഷിമുനിമാർ അവർ സുദീർഘമായ കഠിനമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് കാട്ടിനുള്ളിൽ ജീവിച്ചിരുന്നു. അവരുടെ തപസ്സിന്റെ ലക്ഷ്യം ഈ രാവണന്റെ അധാർമികമായ ഭരണത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. വീണ്ടും ഋഷിധർമ്മത്തെ നമ്മുടെ ഭാരതത്തിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ കരുത്തുള്ള, ജീവിതത്തിൻ്റെ ഒരു പരിതസ്ഥിതിയിലും ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു വീരനെ കാത്ത് അവർ കാട്ടിനുള്ളിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ തപസ് അവർക്കാർക്കും മോക്ഷം നേടാൻ വേണ്ടിയുള്ള തപസ്സായിരുന്നില്ല. ആ തപസ് അവര് വരാൻ പോകുന്ന ഈ രാവണനോടുള്ള യുദ്ധത്തിൽ പോരാടുന്നവനെ വിജയിപ്പിക്കുവാനുള്ള ആയുധങ്ങൾ മന്ത്രശക്തിയാൽ ആവാഹിച്ച് പരിസൂക്ഷിക്കുന്ന അതിനുള്ള തപസ്സായിരുന്നു. അതുകൊണ്ട് രാമൻ കടന്നു വന്ന ദിക്കുകളിൽ, രാമൻ ചെന്നുകയറിയ മുനിവാടങ്ങളിലെല്ലാം തന്നെ മുനിമാർ നാളതുവരെ ചെയ്ത തങ്ങളുടെ തപസ്സിന്റെ ശക്തി മുഴുവൻ രാമനിലേക്ക് ആവാഹിച്ചു. തങ്ങൾ വളർത്തിയെടുത്ത, തങ്ങൾ രൂപം കൊടുത്ത രാവണന്റെ ആധുനിക ആയുധങ്ങളെ വെല്ലുവിളിക്കുന്ന മന്ത്രശക്തിയുള്ള ആയുധങ്ങൾ രാമന് പകർന്നു കൊടുത്തു. അതിന് കാരണം ഇതാ ഈ വരുന്നവൻ, ഈ രാമൻ ഒരു പരിതസ്ഥിതിയിലും ചുവട് ഇടറാത്തവനാണ് എന്ന മുനിമാരുടെ ബോധ്യമായിരുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രാമനെ സജ്ജനാക്കി. ശരഭംഗ ഋഷിയെ പോലെയുള്ളവർ സ്വന്തം ജീവിതം അവിടെ ആഹുതി ചെയ്തുകൊണ്ട് രാമനിൽ ലയിച്ചു. തങ്ങളുടെ മുഴുവൻ ശക്തിയും രാമനിലേക്ക് പകരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവണൻ വിജയിക്കുന്നതായും രാമൻ ക്ഷീണിതനായും തോന്നിയപ്പോൾ ആ രാമന്റെ തേർത്തട്ടിൽ വന്നിറങ്ങിയ അഗസ്ത്യമുനി അവിടെ രാമനെ ഉത്തേജിപ്പിക്കുവാൻ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലിക്കൊടുത്തു. ഇതെല്ലാം രാമായണത്തിലുള്ള രംഗമാണ്. നമ്മൾ കേവലം ഒരു അലൗകികമായ ദൈവം യുദ്ധം ജയിച്ചതൊന്നും കരുതണ്ട. അനേകായിരം ഋഷിമുനിമാരുടെ തപശക്തിയുടെ ഫലമായിട്ട് ജയിച്ച യുദ്ധമാണത്. അങ്ങനെ ആ ശക്തി കൊണ്ടാണ് രാമന് ജയിക്കാൻ സാധിച്ചത്. ആ ശക്തി രാമന് പകർന്നു കിട്ടാൻ കാരണം രാമൻ തൻ്റെ യുവത്വത്തിലേക്ക് കാലൂന്നിയത് വിശ്വാമിത്ര മഹർഷിയുടെ ശിക്ഷണത്തിലൂടെ. അവിടെ വിശ്വാമിത്ര മഹർഷി നിർവഹിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നമ്മുടെ ബാല്യങ്ങളെ സംബന്ധിച്ച് ബാലഗോകുലം നിർവഹിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ ബാല്യത്തെ ധർമ്മത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തനാക്കുക എന്നുള്ളത്. വശിഷ്ഠമുനി അദ്ദേഹത്തിന് ശൈശവത്തിലെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിശ്വാമിത്രന്റെ ശിക്ഷണമാണ് അസുരന്മാരെ നേരിടാൻ, വെല്ലുവിളികളെ നേരിടാൻ രാമനെ പര്യാപ്തമാക്കിയത്. ആ ധൈര്യം കൊണ്ടാണ് രാമന് ഋഷിമുനിമാരുടെ അനുഗ്രഹം കിട്ടിയത്. ഭാരതം ഋഷിമുനിമാരുടെ അനുഗ്രഹം കിട്ടിയ നാടാണ്, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷെ ആരാണോ ധർമ്മത്തിന് വേണ്ടി അവസാനത്തെ അണുവിലും പോരാടുന്നത് അവന് മാത്രമേ അനുഗ്രഹം ലഭ്യമാകൂ. അതുവരെ ആ ഋഷിമുനിമാർ ഒരുപക്ഷെ വനാന്തരങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് സ്വന്തം തപസ്സിന്റെ ശക്തിയിൽ, മന്ത്രശക്തിയിൽ ഋഷി സംസ്കാരത്തെ കാത്തു സൂക്ഷിച്ച് നിൽക്കുന്നുണ്ടാകാം. ഇത്തരം ബാല്യങ്ങളെ, ഇത്തരം യുവത്വങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാചീന ഭാരതം പ്രതീക്ഷിക്കുന്ന സാംസ്കാരിക യുവത്വം, ധാർമ്മിക യുവത്വം, ഭാവി ഭാരതത്തെ വളർത്തിയെടുക്കുവാനുള്ള യുവത്വം, ആ യുവത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വവും ധർമ്മവുമാണ് ബാലഗോകുലത്തിനുള്ളത്. ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകർ അതിനെ വളരെ ഗൗരവമായി ഉൾക്കൊള്ളണം എന്ന് മാത്രമല്ല, 2047 എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം സ്വതന്ത്രമായതിൻ്റെ 100-ാം വർഷമാണ്.
2010 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അന്നത്തെ സർക്കാര്യവാഹ് മാന്യ ഭയ്യാജി ജോഷി നമ്മുടെ മുതിർന്ന പ്രവർത്തകരുടെ ഒരു ബൈഠക് എടുത്തു 2010. അന്ന് ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തകരോടെല്ലാം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഈ 2025, അതായത് അന്നേക്ക് 15 വർഷം കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ്. അപ്പോൾ ആ ശതാബ്ദി വർഷത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ കാര്യകർത്താക്കന്മാരുടെ ശരാശരി പ്രായം എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അതുപോലെ അടുത്ത ചോദ്യം ചോദിച്ചു, ശരി, അത് കഴിഞ്ഞാൽ താഴെ സംസ്ഥാന ഭാരവാഹികളുണ്ട്, സംസ്ഥാന ഭാരവാഹികളുടെ പ്രായം എത്രയായിരിക്കും? ജില്ലാ ഭാരവാഹികളുടെ പ്രായം എത്രയായിരിക്കും? അതേപോലെ ഇങ്ങനെ താഴോട്ട് വരും. ഇപ്പൊ 15 വർഷങ്ങൾക്ക് ഇപ്പുറം പറയുകയാണ്, അഖില ഭാരതീയ അധികാരികളുടെ പ്രായം 50 to 60 ആണെങ്കിൽ അവരുടെ ഇന്നത്തെ പ്രായം എത്രയാണ്? ഇതാണ് അടുത്ത ചോദ്യം. ഇപ്പൊ 15 വർഷം മുമ്പ് നോക്കുമ്പോൾ അവരൊരു 35-30 വയസ്സ് പ്രായത്തിനുള്ളിലുള്ളവരായി. അവരൊരു പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ചുമതലയൊക്കെ ഉണ്ടാവും, അത് ചുമതല ഇല്ലാതെ ഇരിക്കാം. അപ്പോൾ 50 to 60 ആണെങ്കിൽ സംസ്ഥാന ഭാരവാഹികളുടെ ഏതൊരു 40 to 50 എന്ന് കരുതിക്കും. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്രായം 25-30 ആവും. അപ്പൊ അതിന് താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ന് ഏത് പ്രായത്തിലുള്ളവരിലാണ് ശ്രദ്ധയൂന്നുണ്ട്? നമ്മുടെ മുന്നിലുള്ള ഏത് പ്രായത്തിലുമുള്ള സ്വയംസേവകരിലാണ് നമ്മൾ ഈ കാര്യകർത്താക്കന്മാരെ കാണേണ്ടത്? ഇന്ന് 15 വയസ്സ് പ്രായമുള്ള ഒരു പ്രവർത്തകനിൽ 15 വർഷം കഴിഞ്ഞാൽ ഇയാൾ ഒരു സംസ്ഥാന ചുമതല വഹിക്കുന്ന ആളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇന്നേ കാണാൻ സാധിക്കുമോ? ഇതാ ചോദ്യം. അതൊരു ഭയങ്കരമായ ഉൾക്കാഴ്ച തരുന്ന ഒരു ബൈഠക്കായിരുന്നു. ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ബൈഠക്കാണ്. അതിന് വേറൊരർത്ഥമുണ്ട്. ഈ 15 വർഷവും കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ സ്ഥാനത്ത് തന്നെ അള്ളിപ്പിടിച്ചിരിക്കരുതെന്നൊരു അർത്ഥവും കൂടി അതിനുണ്ട്. പുതിയ ആളുകൾ വരാനുള്ള വഴി വെട്ടിത്തുറന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അവർ വരുന്ന ഒഴുക്കിനനുസരിച്ച് നമ്മൾ മാറിക്കൊടുക്കണം. അവർ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. അങ്ങനെ ആയിരങ്ങൾ വരട്ടെ, 10,000 വരട്ടെ, ലക്ഷങ്ങൾ വരട്ടെ. അതാണ് ആ ചോദ്യത്തിന്റെ മറ്റൊരർത്ഥം. ഞാൻ ചോദിക്കുന്നത് 2047 ഭാരതം സ്വതന്ത്രമാകുമ്പോൾ, സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ, പരംപൂജനീയ സർസംഘചാലക ആഹ്വാനം ചെയ്തതുപോലെ ഈ രാഷ്ട്രത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ ദേശീയ ചേതനയുടെ പ്രകാശം ജ്വലിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് അവതരിപ്പിക്കുന്നതിൽ ബാലഗോകുലത്തിന്റെ റോൾ എത്ര നിർണായകമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന, നമ്മൾ ഇടപെടുന്ന കുട്ടികളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ബാലഗോകുലം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ എങ്ങനെ കരുതുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതിനേക്കാളൊക്കെ വളരെയേറെ പ്രാധാന്യവും മഹത്വവും അതിനേക്കാളൊക്കെ തപസ്സും കരുത്തുമൊക്കെ വേണ്ടതായ ഒരു പ്രവർത്തനമാണ്. അത് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.